ഞാനാണ് ലോകം നിയന്ത്രിക്കുന്നത്, ഞാനാണിവിടെ എല്ലാം ചെയ്യുന്നത്, എൻ്റെ കണ്ണൊന്ന് ചിമ്മിയാൽ ഇവിടെ ലോകം മുഴുവൻ തകരും എന്ന് പറഞ്ഞതാരാണ്? മടവൂരാണ് പറഞ്ഞത്. ആ മടവൂരിന്റെ വിധി എന്താണെന്ന് പേരോട് വ്യക്തമാക്കണം, കാന്തപുരം സഖാഫിമാര് വ്യക്തമാക്കണം. ആ മടവൂരത് പറഞ്ഞു എന്നാണല്ലോ. എങ്കിൽ അയാളുടെ വിധി എന്ത്? അയാൾ കാഫറാണോ, മുശ്രിക്കാണോ, മുസ്ലിമാണോ? പറയാൻ കഴിയോ നിങ്ങൾക്ക്? അയാളല്ലേ അത് പറഞ്ഞത്. അപ്പൊ അത് പറഞ്ഞപ്പോ ചില ആളുകൾ പറയുന്നത് എന്താണ്? അതിപ്പോ മാനസിക രോഗം ഉണ്ടായപ്പോ പറഞ്ഞതാണ്. മാനസിക രോഗി എന്ന് പറഞ്ഞാൽ എന്താ? ജദ്ബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭ്രാന്ത്. ഭ്രാന്തന്മാര് പലതും വിളിച്ചു പറയും. ഭ്രാന്തന്മാരിപ്പോ എന്തൊക്കെ പറയും? ഞാൻ അള്ളയാണ് അയാള് പറഞ്ഞില്ലേ, ഞാനാ എല്ലാം നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞില്ലേ? അതൊക്കെ ഭ്രാന്തുള്ളപ്പോ പറഞ്ഞതാണ്. അതുകൊണ്ട് തകരാറില്ല എന്ന് പറഞ്ഞപ്പോ ഉടനെ മറുപടി പറഞ്ഞു ഉസ്താദ് ശിഷ്യനോട്. പേരോടിന്റെ അടക്കമുള്ള പൊന്മളയടക്കമുള്ള മുസ്ലിയാക്കന്മാര് പറഞ്ഞു, പേരോടക്കമുള്ള ആളുകൾ ശ്രദ്ധിക്കണം. പൊന്മളയടക്കമുള്ള ഒരു സമൂഹത്തോട് പറഞ്ഞു. എന്താ പറഞ്ഞതെന്നറിയോ? മടവൂര പറഞ്ഞതൊക്കെ ജദ്ബിന്റെ ഹാലിലാണ് എന്ന് പറഞ്ഞാൽ മാനസിക നില തെറ്റിയ സമയത്ത് പറഞ്ഞ വാചകങ്ങളായിരുന്നു. അതത്ര കാര്യമാക്കാനില്ല, അതുകൊണ്ടൊന്നും പ്രശ്നമില്ല എന്നാണ്. CM വലിയുള്ളാഹിയെ കുറിച്ച് അവര് കുത്തുബുല്ലാലമാണെന്ന് അവര് തന്നെ പറഞ്ഞതായിട്ട് ഒരുപാട് ആളുകൾ പറയുന്നുണ്ടല്ലോ. അത് കേട്ട ആളുകൾ ഞങ്ങൾ കേട്ടു എന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പൊ അതെന്താണ് ഉസ്താദ് അംഗീകരിക്കാത്തത്? അംഗീകരിക്കാത്ത പ്രശ്നമില്ല, കാരണം അതൊക്കെ പറഞ്ഞ നേരത്തും ഈ ആൾക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോഴാണ് കാന്തപുരം ഇടപെട്ടുകൊണ്ട് പറയുന്നത് അങ്ങനെ പറയാൻ പാടില്ല. ചില വിവരം കെട്ട ആളുകളൊക്കെ മടവൂരിന് ഭ്രാന്തായിരുന്നു എന്ന് പറയുന്നുണ്ട്. മടവൂരിന് ഒരു ഭ്രാന്തും ഉണ്ടായിരുന്നില്ല, നല്ല തെളിഞ്ഞ അസല് ബുദ്ധിയായിരുന്നു മടവൂരിനെന്ന് കാന്തപുരം പറയുന്ന ഭാഗമുണ്ട്. നിങ്ങൾ കേട്ടു നോക്കൂ. പറഞ്ഞു കൊടുത്തപോലെ CM വലിയുള്ളാഹി മസ്താനാണ്. മസ്താന്മാര് ഇങ്ങോട്ട് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് നിന്നാണ് അർത്ഥം, അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് നിന്നാണ് അർത്ഥം. രാമു എന്ന് പറഞ്ഞാൽ പകല് എന്നാണ് അർത്ഥം, പകല് എന്ന് പറഞ്ഞാൽ രാമു എന്നാണ് അർത്ഥം. അപ്പോൾ ഹക്ക് എന്ന് പറഞ്ഞാൽ ബാത്തിൽ എന്നാണ് അർത്ഥം. ഞാനിത് ദജ്ജാലിനെ പറ്റി മാത്രമേ ഹദീസ് കേട്ടിട്ടുള്ളൂ. ദജ്ജാലിനെ പറ്റി ഹദീസിലുണ്ട്. ദജ്ജാൽ സ്വർഗവും നരകവുമായിട്ട് വരും. ദജ്ജാലിന്റെ സ്വർഗത്തിൽ കടന്നാൽ നരകത്തിലാണ്, ദജ്ജാലിന്റെ നരകത്തിൽ കടക്കാൻ തയ്യാറായാൽ സ്വർഗത്തിലാണ്. അത് ദജ്ജാലിനെ പറ്റിയാണ് ഹദീസിന്റെ കിതാബിലുള്ളത്, ഔലിയാക്കളെ പറ്റിയല്ല. അങ്ങനെ ഔലിയാക്കൾ ഒരു മസ്താനുമല്ല. എന്തിനാണ് ഈ വക അനാവശ്യം പറയുന്നത്? ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹിയുടെ പേര് പറഞ്ഞിട്ട് ഉറൂസ് നടത്തി കാശുണ്ടാക്കി പ്രവർത്തിക്കുന്ന ആളുകളോടും ഞാൻ പറയുന്നു, ഇത്തരം കളവ് പറയുന്ന ആളുകളെ കൊണ്ടുവന്നു അത് പറയിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ സഹോദരങ്ങളെ, അങ്ങനെ ഓരോ മേഖലയിലും കാന്തപുരം തന്നെ ഇടപെട്ടു. ഇപ്പൊ എന്താ ഈ വിധി? കാന്തപുര തിരുത്തി കൊടുക്കണത്. മടവൂരിന് ഒരു ഭ്രാന്തും ഉണ്ടായിട്ടില്ല, തെളിഞ്ഞ ബുദ്ധിയായിരുന്നു. പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരി പറയുന്നതോ മടവൂരിന് ജദ്ബായിരുന്നു, മാനസിക രോഗമായിരുന്നു, മാനസികമായി തകരാറുള്ളപ്പോ പറഞ്ഞതാണ്. അപ്പൊ ഒരാൾ ചോദിക്കുകയാണ് പൊന്മളയോട്, എന്ത്, എനിക്ക് ഭ്രാന്തൊന്നുമില്ല എന്ന് മടവൂര് പറഞ്ഞിട്ടില്ലേ അതോ? അപ്പൊ പൊന്മളയുടെ മറുപടി രസാവഹമാണ്. എനിക്ക് ഭ്രാന്തില്ല എന്ന് പറഞ്ഞതും ഭ്രാന്തുള്ള നേരത്തായിക്കൂടായില്ല. ജദ്ബുള്ള നേരത്താ പറഞ്ഞതന്നെ. അപ്പൊ അതും പറഞ്ഞു വേറൊരാള്. മൂപ്പർക്ക് എനിക്ക് ജദ്ബൊന്നുമില്ല എന്ന് പറഞ്ഞു മൂപ്പര്. ഞാവും ജദ്ബിലാവെന്ന് പറഞ്ഞു. അപ്പൊ നോക്കൂ നിങ്ങൾ, ഭ്രാന്തുള്ള നേരത്താണ് അതും പറഞ്ഞത്. എന്തൊരു കഷ്ടമാണ്! ഇവരുടെ തൗഹീദ് എവിടെയാണ്? എന്നിട്ട് ഇവരാണ് മുജാഹിദുകളെ, നിങ്ങൾ എട്ടായി പിളർന്നില്ലേ, നിങ്ങളുടെ തൗഹീദ് എവിടെ പോയി എന്ന് ചോദിക്കുന്നത്. ആദ്യം തീരുമാനമാക്കൂ മുസ്ലിയാക്കളെ, നിങ്ങളുടെ തൗഹീദ് ഇപ്പൊ എവിടെയാണ്? ഒരേ മർക്കസിലെ ശിഷ്യൻ തൗഹീദിന്റെ ആള്, ഉസ്താദ് മുശ്രിക്ക്, മറ്റൊരു ഒരേ സംഘടനയിലെ വലിയ ഫത്വ നൽകുന്ന പണ്ഡിതനായ പൊന്മള മുശ്രിക്ക്, ഇപ്പുറത്ത് പറയുന്ന വേറെയുള്ള ചില ആളുകൾ ജദ്ബിന്റെ ഹാലൊന്നും ഉണ്ടായിട്ടില്ലാന്നും അങ്ങനെ ജദ്ബിന്റെ ഹാല് മടവൂരിനുണ്ട് എന്ന് പറയുന്നവൻ തികഞ്ഞ വഹാബിയാണ് എന്ന് പകര മുസ്ലിയാരി പുറത്തുനിന്ന് ഒരേ സംഘടനയിൽപ്പെട്ടവരാ പരസ്പരം മുശ്രിക്കാക്കുന്നത്. എന്നിട്ടാണോ നിങ്ങൾ മുജാഹിദുകളുടെ തൗഹീദ് പൊട്ടിപ്പിളർന്നു,
മുജാഹിദുകൾക്ക് തൗഹീദ് പറയാൻ എന്താ അധികാരം എന്ന് നിങ്ങൾ ചോദിക്കുന്നത്? നിങ്ങൾ മറുപടി പറ. നിങ്ങളുടെ വീക്ഷണത്തിൽ ഇപ്പോ ആരാണ് മുശ്രിക്ക്? കാന്തപുരം അത് അംഗീകരിച്ചയാളാണ്. ലോകം മൊത്തം നിയന്ത്രിക്കുന്ന മുദബ്ബിറുൽ ആലമാണ് മടവൂരെന്ന് കാന്തപുരം അംഗീകരിക്കുന്നു. പേരോട് പറയുന്നു അത് ശിർക്കാണെന്ന്. ഉസ്താദിന്റെ വിധി എന്ത്? പേരോട് പറയുന്നു അയാൾക്ക് ജദ്ബിന്റെ ഹാലിൽ പറഞ്ഞതായിരിക്കാം. പൊന്മള പറയുന്നു ജദ്ബിന്റെ ഹാലിൽ പ്രാന്തുള്ള സമയത്ത് പറഞ്ഞതായിരിക്കാം. അതിന് മറ്റൊരു മറുപടി പറയുന്നുവെന്ത്? കാന്തപുരം തന്നെ മറുപടി പറയുന്നുവെന്ത്? അയാൾക്ക് ജദ്ബ് ഉണ്ടായിട്ടേ അല്ല, മരിക്കോളം നല്ല തെളിഞ്ഞ ബുദ്ധിയായിരുന്നു. പറ മറുപടി. ആരാണിവിടെ തൗഹീദിൽ? ആരാണിവിടെ ശിർക്കിൽ? ആരാണിവിടെ കാഫിറായത്? ആരാണിവിടെ പരസ്പരം കാഫിറാക്കി മുശ്രിക്കാക്കിയിട്ടുള്ളത്? നിങ്ങൾ ചിന്തിക്ക്, നിങ്ങൾ ആലോചിക്ക് പ്രിയമുള്ളവരെ. എത്രത്തോളം ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഇവർ ഇളിഭ്യരായിക്കൊണ്ട് നടക്കുകയാണ്. മാത്രല്ല മാലപ്പാട്ടുകളെ മുഴുവനും തള്ളേണ്ട ഗതികേടിലേക്കല്ലേ എത്തിയിട്ടുള്ളത്.